ഹലോ എവ്രി വൺ. AEL 2026 എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു അപ്ഡേറ്റ് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് പേര് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുന്നതിനെ പറ്റിയും അപ്ലിക്കേഷനെ പറ്റിയും സ്ലോട്ട് ബുക്കിങ്ങിനെ കുറിച്ചുമൊക്കെ ഡൗട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു കമൻറ്റ് ബോക്സിൽ. അപ്പം AEL കുറച്ച് പേരോട് വിളിച്ചപ്പം സ്ലോട്ട് ബുക്കിംഗ് ഓൾറെഡി ഓപ്പൺ ആയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ നെറ്റിൽ വെബ്സൈറ്റ് സെർച്ച് ചെയ്തപ്പോൾ അതിൽ ഓപ്പൺ ആയിരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പ്രകാരം ഓപ്പൺ ആയിട്ടില്ല. സ്ലോട്ട് ബുക്കിംഗ് ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല. സ്ലോട്ട് ബുക്കിംഗ് വൺസ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് കിട്ടുള്ളൂ. അപ്പോൾ ഒരുപാട് പേര് അഡ്മിറ്റ് കാർഡ് ഇപ്പോൾ കിട്ടുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്ലോട്ട് ബുക്കിംഗ് കഴിഞ്ഞാൽ മാത്രമേ അഡ്മിറ്റ് കാർഡ് കിട്ടുള്ളൂ. ഇതിൽ ചെറിയൊരു കറക്ഷൻ ഉണ്ട് കേട്ടോ. സ്ലോട്ട് ബുക്കിംഗ് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് കിട്ടും. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ സ്ലോട്ട് ബുക്കിംഗ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ആ കറക്റ്റ് നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡേറ്റും ടൈമും പ്ലേസും കിട്ടില്ല എന്നേ ഉള്ളൂ. അവർ തന്നെ ഒരു സ്ലോട്ട് ബുക്ക് ചെയ്തിട്ട് നമുക്കത് തരും. ഓക്കെ, അപ്പോൾ സ്ലോട്ട് ബുക്കിംഗ് ചെയ്തില്ല എന്ന് വെച്ച് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് കിട്ടാതിരിക്കില്ല. അഡ്മിറ്റ് കാർഡ് എങ്ങനെയായാലും ഡൗൺലോഡ് ചെയ്യാനുള്ള മെസ്സേജ് നിങ്ങൾക്ക് ആ സമയത്ത് വരും. സ്ലോട്ട് ബുക്കിംഗ് ചെയ്യുന്നവർക്കാണെങ്കിൽ സ്ലോട്ട് ബുക്കിംഗ് ചെയ്ത് ഇൻസ്റ്റൻ്റായിട്ട് ആ സമയം തന്നെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വരും. പിന്നെ ഈ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പേഴ്സണൽ പ്രൊഫൈൽ, നെയിം, അഡ്രസ്സ്, കോൺടാക്റ്റ് ഡീറ്റെയിൽസ്, അപ്ലോഡ് ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ എന്നിവ കൊടുക്കുക. പിന്നെ അപ്ലിക്കേഷൻ ഡീറ്റെയിൽസ്, അതായത് അവൈലബിൾ കോഴ്സസ്, നിങ്ങൾക്ക് ഏത് കോഴ്സാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് എന്ന് കൊടുക്കാം. ഒന്നിൽ കൂടുതൽ കോഴ്സ് സെലക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പറ്റും, പക്ഷേ എക്സ്ട്രാ ഫീസ് വരും. പക്ഷെ ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് എഡിറ്റ് ചെയ്ത് കോഴ്സ് എക്സ്ട്രാ ആഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ യൂണിവേഴ്സിറ്റി നമ്പറിൽ, കോൺടാക്റ്റ് നമ്പറിൽ തന്നെ വിളിച്ച് ചോദിക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ അറിഞ്ഞത് പ്രകാരം പേഴ്സണൽ പ്രൊഫൈലും അപ്ലിക്കേഷൻ ഡീറ്റെയിൽസും പിന്നെ പേയ്മെൻറ്റ് ചെയ്യുക ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ട് അക്കാഡമിക് പ്രൊഫൈൽ, അതായത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, എക്സാമിനേഷനിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് ഉണ്ടായിരുന്നു, ഏത് ഇയർ പാസ്സായി, ലാസ്റ്റ് ടൈം ഏത് സ്കൂളിലാണ് അറ്റൻഡ് ചെയ്തതെന്നൊക്കെ ഒരു അക്കാഡമിക് പ്രൊഫൈൽ ഫില്ല് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ അക്കാഡമിക് പ്രൊഫൈലും ഡോക്യുമെൻറ്റ്സും അപ്ലോഡ് ചെയ്യുന്നത് റിസൾട്ട് പബ്ലിക്കേഷൻ കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് അതിൽ ഫില്ല് ചെയ്ത് അതിൽ എഡിറ്റ് ചെയ്യാമെന്ന് ഓൾറെഡി ഹാൻഡ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഹാൻഡ് ബുക്ക് നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, എത്രത്തോളം വിസിബിൾ ആണെന്ന് അറിയില്ല. അതിൽ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്, അക്കാഡമിക് പ്രൊഫൈൽ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് മേ ബി എൻറ്റേർഡ് ആഫ്റ്റർ ദ പബ്ലിക്കേഷൻ ഓഫ് ദ റിസൾട്ട്, ഫിൽ ദ സെയിം അറ്റ് ദ ടൈം ഓഫ് ഫില്ലിംഗ് അപ്ലിക്കേഷൻ. അപ്പോൾ ഓൾറെഡി നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന അത്രയും ഡോക്യുമെൻറ്റ്സ് അതിൻ്റെ കറക്റ്റ് സൈസ്, ഫോർമാറ്റൊക്കെ നോക്കി അപ്ലോഡ് ചെയ്യുക. പേഴ്സണൽ പ്രൊഫൈലൊക്കെ കംപ്ലീറ്റ് ആയിരിക്കണം. അതിൽ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും ഒക്കെ കറക്റ്റ് ആയിരിക്കണം. പിന്നെ നിങ്ങളുടെ പാരൻസിൻ്റെ നെയിം അതിൽ അപ്ലിക്കേഷൻ ഫോമിൽ എക്സാക്ട്ലി എന്താണോ നിങ്ങളുടെ 10th സർട്ടിഫിക്കറ്റിലുള്ളത് എന്ന് വെച്ചാൽ അത് മാത്രമേ എഴുതാൻ പാടുള്ളൂ. പിന്നെ അതിൻ്റെ കൂടെ മിസ്റ്റർ, മിസ്, ശ്രീ അങ്ങനത്തെ സംഭവങ്ങളൊന്നും എഴുതി ആഡ് ചെയ്യാൻ പാടില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ ചെറിയൊരു സംഭവമാണെങ്കിലും ഇതിൽ അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ക്യാൻസലായി പോകാൻ ചാൻസ് ഉണ്ട്. ഇതുകൂടാതെ ഡോക്ടർ, കേണൽ അങ്ങനത്തെ പൊസിഷൻ ഒന്നും നമ്മുടെ പേരിൻ്റെ മുന്നിൽ വെക്കാൻ പാടില്ല. നിങ്ങളുടെ ഫാദറിൻ്റെയോ മദറിൻ്റെയോ ആണെങ്കിലും അങ്ങനെ പേരിൻ്റെ മുന്നിൽ വെക്കാൻ പാടില്ല. അപ്പോൾ ഓൾറെഡി രജിസ്റ്ററും പേയ്മെൻറ്റ് ചെയ്തവർക്ക് നിങ്ങളുടെ ഡാഷ്ബോർഡിൽ നിങ്ങളുടെ അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് സക്സസ് എന്ന് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ജസ്റ്റ് നോക്ക്. അവിടെ എന്തെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്തതിനുള്ള ഒരു പ്രൂഫായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ വൺസ് ഇതൊക്കെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അമൃതയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് SMS ഇമെയിൽ നോട്ടിഫിക്കേഷനോ വരും സ്ലോട്ട് ബുക്കിംഗ് ചെയ്യാൻ എന്നാണ് അറിഞ്ഞത്. പിന്നെ വൺസ് ഇടയ്ക്ക് നിങ്ങൾക്ക് അമൃതയുടെ ഓൺലൈൻ അപ്ലിക്കേഷൻ പോർട്ടലിൽ കയറിയിട്ട് നോക്കുകയും ചെയ്യാം. പിന്നെ അതിൽ തന്നെയാണ് നമ്മുടെ ബുക്ക് ദ സ്ലോട്ട് എന്നുള്ള ലിങ്ക് ഓപ്പൺ ആകുന്നത്. വൺസ് സ്ലോട്ട് ബുക്കിംഗ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആവും. അപ്പോൾ ആദ്യം തന്നെ ആധാർ കാർഡ് നിങ്ങളുടെ സ്ലോട്ട് ബുക്കിങ്ങിന് വെരിഫൈ ചെയ്യണം എന്നാണ്. അപ്പോൾ ആദ്യം അമൃതയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് സ്ലോട്ട് ബുക്കിംഗ് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും അതിൽ ഐഡൻറ്റിറ്റി ചെക്ക് ഉണ്ടാവും. അതിൽ ആധാർ കാർഡിൻ്റെ നമ്പർ എൻ്റർ ചെയ്യാനായിരിക്കും ചോദിക്കുന്നത്. ചില സമയത്ത് അതിൻ്റെ ആധാർ കാർഡിൻ്റെ സ്കാൻ ചെയ്യാനും പറയും. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച്
ചെയ്താൽ നിങ്ങൾക്ക് സ്ലോട്ട് ബുക്കിംഗ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുവരെ സ്റ്റാർട്ടായിട്ടില്ല. ഡയറക്റ്റ് നമ്മൾ വിളിച്ചപ്പോഴും കുറേ പേര് വിളിച്ചപ്പോൾ ചിലപ്പോൾ സ്ലോട്ട് ബുക്കിംഗ് സ്റ്റാർട്ടായി എന്ന് പറയും, ചില സമയത്ത് ഇല്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് എല്ലാ വർഷവും ഈ ഒരു പ്രശ്നം എല്ലാം ഉണ്ടാവാറുണ്ട്. അപ്ലിക്കേഷൻ കൊടുക്കുമ്പോഴും സെർവർ ലോഡ് കാരണം കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. കുറേ കുട്ടികൾ ഒന്നിച്ച് അപ്ലിക്കേഷൻ കൊടുക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ ബെറ്റർ നിങ്ങൾ ഗൂഗിൾ ക്രോം യൂസ് ചെയ്യുക, പിന്നെ ക്യാഷ് ഒക്കെ ക്ലിയർ ചെയ്യുക. ബെറ്റർ മൊബൈൽ യൂസ് ചെയ്യാതെ ഒരു ഡെസ്ക്ടോപ്പിൻ്റെ സഹായം യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും. ഓൾറെഡി പേഴ്സണൽ പ്രൊഫൈലും അപ്ലിക്കേഷൻ ഡീറ്റെയിൽസൊക്കെ കൊടുത്ത് പേയ്മെൻറ്റ് ചെയ്തവർ പേടിക്കേണ്ട. ഡോക്യുമെൻറ്റ്സ് ചിലത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പേടിക്കേണ്ട, അവർക്ക് ഓൾറെഡി മെസ്സേജ് വന്നോളും. പിന്നെ എപ്പോഴും ഇങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ സമയത്തുള്ളൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാൻ, ഇനി ചെയ്യുന്ന കുട്ടികൾ ആ സമയത്തുള്ളൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാൻ ശ്രമിക്കുക. അല്ലാത്തവർ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്തതിന് ശേഷം അതിൽ എന്തെങ്കിലും ഒരു പ്രൂഫ് നിങ്ങൾ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിന് എന്തെങ്കിലും ഒരു പ്രൂഫ് ഇല്ലാതിരിക്കില്ല. ആ പ്രൂഫുള്ള പേജ് നിങ്ങൾ കോപ്പി എടുത്ത് വെക്കുക. അതാണ് നമ്മുടെ അക്നോളജ്മെൻറ്റ് പേപ്പർ. അതിലാണ് നിങ്ങൾ കൺഫർമേഷൻ കൊടുത്ത പേപ്പർ നിങ്ങൾ എന്തായാലും പ്രൂഫ് എടുത്ത് വെക്കണം. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അപ്ഡേഷൻ വന്നാൽ ഞാൻ എന്തായാലും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇനി ടെൻഷൻ അടിക്കാതെ ഇതിൻ്റെ പുറകെ സബ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ചിന്തിക്കാതെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിൽ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടതാണ്. പിന്നെ അതിൽ ഹാൻഡ് ബുക്കിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ സിറ്റി ആഡ് ചെയ്യാൻ പറ്റുമെന്ന്, നേരത്തെ ആഡ് ചെയ്യാൻ പറ്റും. സ്ലോട്ട് ബുക്കിങ്ങിന് മുന്നേ നിങ്ങൾ എത്ര പേര് സിറ്റി ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതുവരെ ആർക്കെങ്കിലും അക്നോളജ്മെൻറ്റ് പേപ്പർ പ്രിൻ്റ് എടുത്ത് വെക്കാൻ പറ്റിയോ എന്നുള്ള കാര്യം വീഡിയോയുടെ താഴെ ഒന്ന് കമൻ്റ് ഇടണേ. അപ്പോൾ ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക.